parametric surface integral. If S is a surface, smooth surface, define parametrically R of uv equal to f of uv I plus g of uv j plus h of uv k, where a less than or equal to u less than or equal to b and c less than or equal to v less than or equal to d. And g is a continuous function defined on S. So here S is a surface, smooth surface, and the parametric equation ആണ് തന്നിരിക്കുന്നത്. അതുപോലെ g എന്ന് പറയുന്നത് is a continuous function defined on S. S ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതായത് സ്മൂത്ത് സർഫസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് g of x, y, z. Then the integral of g over s, calculate ചെയ്യുന്ന മെത്തേഡാണ്. The integral of g over s is double integral over s g of x, y, z d sigma. That is equal to, ലിമിറ്റ് കൊടുത്ത integral c to d integral a to b g over s ആണ്. അപ്പോൾ g of അവിടെ ജിയുടെ എക്സ് വൈ ഇസഡ് വാല്യൂസിന് സർഫസിലെ എക്സ് വൈ ഇസഡ് വാല്യൂസ് കൊടുക്കുക. സർഫസിൽ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് യു വി ആണ്, വൈ ജി ഓഫ് യു വി ആൻഡ് ഇസഡ് എന്ന് പറയുന്നത് എച്ച് ഓഫ് യു വി. സോ ജി ഓഫ് എഫ് ഓഫ് യു വി, ജി ഓഫ് യു വി, എച്ച് ഓഫ് യു വി. ദെൻ ഡി സിഗ്മ എന്ന് പറയുന്നത് മോഡ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി. ഓക്കെ, സോ ഇതാണ് സർഫസ് ഇൻ്റഗ്രൽ കാണാനുള്ള ഫോർമുല. ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ്, ജി എന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ എസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ എസ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി സിഗ്മ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് യു വി, ജി ഓഫ് യു വി ഓൺ ദ സർഫസ് എച്ച് ഓഫ് യു വി, ദെൻ ഡി സിഗ്മ മോഡ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി. നെക്സ്റ്റ് പ്രോബ്ലം, integrate g of x, y, z equal to x square over the cone z equal to root of x square plus y square, 0 less than or equal to z less than or equal to 1. So the cone is z equal to root of x square plus y square. In the parametric equation നമ്മൾ കണ്ടിരുന്നു r of r theta equal to u equal to r v equal to theta, r of r theta equal to r cos theta I plus r sin theta j plus r k, 0 less than or equal to r less than or equal to 1, 0 less than or equal to theta less than or equal to 2 pi. Parametric equation of a cone നമ്മൾ കണ്ടത് z equal to root of x square plus y square, 0 less than or equal to z less than or equal to 1. Then cylindrical coordinates യൂസ് ചെയ്ത് നമ്മൾ കണ്ടത് x is equal to r cos theta, y equal to r sin theta, z equal to z, x square plus y square equal to r square. ഇതാണ് ഫോർമുലാസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക. ദെൻ നമുക്ക് കിട്ടിയത് ആർ ഓഫ് യു വി, r of u v equal to x is equal to r cos theta കൊടുത്തു, y equal to r sin theta, then z equal to നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, z equal to x square plus y square r square വരും. സോ z equal to root r square that is equal to r. നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന this one is the parametric equation of cone. Then again next r cos r theta നമുക്കൊരു ആവശ്യമുണ്ട്. r cos r theta നമ്മൾ കണ്ടിരുന്നു. r cos r theta നമുക്ക് കിട്ടിയത് മോഡ് r cos r theta is root 2r, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഈ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ ചെയ്യാൻ. സോ രണ്ട് വാല്യൂസ് r of u v, r of r theta equal to r cos theta I plus r sin theta j plus r k, 0 less than or equal to r less than or equal to 1 and 0 less than or equal to theta less than or equal to 2 pi and mod r cos r theta equal to root 2r. നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരാം. നമുക്ക് സർഫസ് ഇൻ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ ഓവർ ദിസ് സർഫസ്. നമ്മുടെ ഫോർമുല ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഓഫ് എക്സ് വൈ സെഡ്. ഇവിടെ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഡി സിഗ്മ കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി, ലിമിറ്റാണ് നമ്മുടെ വേരിയബിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. സർഫസിൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ വരുന്ന വേരിയബിൾസ്. ഇവിടെ ആ വേരിയബിൾസ് എന്ന് പറയുന്നത് ആറും തീറ്റയുമാണ്. സോ ആറിൻ്റെ തീറ്റയുടെ ലിമിറ്റാണ് ഇവിടെ വേണ്ടത്. ജി അറ്റ് ദ സർഫസ്, ജി ഓൺ ദി സർഫസ്. ഇവിടെ ജി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഓൺ ദി സർഫസ്. സർഫസിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നോക്കണം. ഇവിടെ പാരാമെട്രിക് ഇക്വേഷനിലെ എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്. നമുക്കിവിടെ എടുക്കേണ്ടത് ആർ കോസ് തീറ്റ സ്ക്വയർ.
ജി ഓൺ ദി സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആർ കോസ് തീറ്റ സ്ക്വയർ എടുക്കണം. ദെൻ മോഡ് ആർ ആർ കോസ് ആർ തീറ്റ നമുക്കിവിടെ വാല്യൂ ഉണ്ട്. സോ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എക്സ് സ്ക്വയർ ഡി സിഗ്മ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കാം. ഇൻറ്റഗ്രൽ തീറ്റയുടെ ലിമിറ്റ് 0 to 2π, ദെൻ ആറിൻ്റെ ലിമിറ്റ് 0 to 1, ദെൻ എക്സ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ഓൺ ദി പാരാമെട്രിക് ഇക്വേഷൻ, സർഫസിൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ എക്സ്, ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ. സോ ആർ കോസ് തീറ്റ സ്ക്വയർ, then d sigma is mod rr cross r theta dr d theta. So mod rr cross r theta നമ്മൾ കണ്ടു √2r into dr d theta. So that is equal to √2 constant outside എടുക്കുക. then integral 0 to 2π നമുക്കിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് r square cos square theta, integral 0 to 1 r square cos square theta dr d theta. ഇതിൻ്റെ ഒരു ആർ കൂടി ഉണ്ട്. അപ്പോൾ ആർ ക്യൂബ് കോസ് സ്ക്വയർ തീറ്റ dr d theta. സോ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ എന്നാൽ കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ √2 ഇൻറ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ഇൻറ്റഗ്രേഷനിൽ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുത്തു. ദെൻ ആർ ക്യൂബ് dr, ആർ ക്യൂബിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ r⁴/4 limit 0 to 1 d theta. That is equal to √2 into 0 to 2π cos square theta into ഇവിടെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/4 മൈനസ് ലോവർ ലിമിറ്റ് 0. So 1/4 d theta. Then 1/4 constant outside എടുത്താൽ √2/4. Then നമുക്ക് എൻ്റെ 0 to 2π cos square theta d theta കാണണം. cos square theta ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ cos square theta is equal to 1 plus cos 2 theta divided by 2. 1 plus cos 2 theta divided by 2. cos square theta ക്ക് 1 plus cos 2 theta divided by 2 കൊടുത്തു. So that is equal to √2/4 into 2 കൂടി ഔട്ട്സൈഡ് എടുക്കാം. √2/8 2 കൂടി ഔട്ട്സൈഡ് എടുത്തു. 1/2 ഔട്ട്സൈഡ് എടുത്തു. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 1 integral 0 to 2π 1 plus cos 2 theta d theta. So integral 0 to 2π 1 d theta, that is theta, plus cos 2 theta integral sin 2 theta divided by 2. Limit 0 to 2π. √2/8 into theta, okay, 2π upper limit 2π കൊടുത്തു. 2π plus sin 2 into 2π, that is sin 4π, 0 വരും. then minus 0 plus sin 0 0. so minus 2 times എല്ലാം 0 ആണ്. ഒറ്റ ടേമേ ഉള്ളൂ. ഡിവൈഡ് ക്യാൻസൽ ചെയ്യാം. ആൻസർ ഇടുക 5√2/4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.